അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്ന ഖ്യാതിയോടെ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം നാളെ നടക്കും. പ്രാദേശിക സമയം രാവിലെ 10-നാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നും തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. വിശുദ്ധ പത്രോസിന്റെ ഖബറടക്കത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾക്കു ശേഷം സെന്റ് പീറ്റേഴ്സ് സമുച്ചയത്തിൽ പ്രധാന ബലിവേദിയിലേക്ക് കർദ്ദിനാൾമാരുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി മാർപ്പാപ്പ എത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന ആഘോഷപരമായ വിശുദ്ധ കുർബാനയ്ക്ക് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആദ്യ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവന്റെ മോതിരവും ഇടയധർമ്മം ഓർമ്മപ്പെടുത്തി കഴുത്തിലണിയുന്ന പാലിയവും സ്വീകരിക്കുന്നതാണ് സ്ഥാനാരോഹണത്തിലെ പ്രധാന ചടങ്ങ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് സമുച്ചയത്തിലൂടെ പോപ്പ് മൊബിലിൻ യാത്ര ചെയ്ത് മാർപ്പാപ്പ വിശ്വാസികളെ ആശീർവദിക്കും. സ്ഥാനാരോഹണ ചടങ്ങിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ വത്തിക്കാനിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്കയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുക്കും. അടിയുറച്ച കത്തോലിക്ക വിശ്വാസികളായ ഇരുവർക്കുമൊപ്പം നിരവധി US കോൺഗ്രസ് അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഗൾഫിൽ സന്ദർശനം നടത്തുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ വത്തിക്കാനിൽ എത്തുമെന്നാണ് സൂചന. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്, ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാങ്കോ ബോയ്റോ, യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി, പെറു പ്രസിഡന്റ്, അതുപോലെ ബ്രിട്ടനിലെ എഡ്വേർഡ് രാജകുമാരൻ, നൈജീരിയൻ പ്രസിഡന്റ്, ഡെൻമാർക്കിൽ നിന്നും മാക്സിമ രാജ്ഞി, പ്രധാനമന്ത്രി ഡിക് തുടങ്ങിയ നിരവധി പേർ വത്തിക്കാനിൽ നാളെ എത്തും. മാർപ്പാപ്പയുടെ ജന്മനാടായ അമേരിക്കയിൽ നിന്നും കർമ്മമണ്ഡലമായിരുന്ന പെറുവിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളും നാളെ വത്തിക്കാനിലെത്തും. അതിനിടെ ഇന്നലെ വത്തിക്കാനുള്ള വിവിധ രാജ്യങ്ങളെത്തി നയതന്ത്ര പ്രതിനിധികളുമായി ലിയോ 14 മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. നയതന്ത്ര മേഖലയിൽ കൂട്ടായ്മ വളർത്തുന്നതിനുള്ള പരിശ്രമങ്ങളെ മാർപ്പാപ്പ അഭിനന്ദിക്കുകയും അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്തു. ജൂബിലി വർഷത്തിൽ ആരംഭിക്കുന്ന തന്റെ ശുശ്രൂഷ പ്രത്യാശയ്ക്കായി പ്രത്യേകം സമർപ്പിക്കുന്നുവെന്നും പറഞ്ഞ മാർപ്പാപ്പ സത്യം, നീതി, സമാധാനം എന്നിവ അടിസ്ഥാനമാക്കി മാനവിക സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്വവും എടുത്തു പറഞ്ഞു. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ കെട്ടിപ്പടുത്ത തന്റെ ജീവിതാനുഭവങ്ങൾ വ്യത്യസ്ത ആളുകളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ തന്നെ സഹായിച്ചുവെന്നും പറഞ്ഞ മാർപ്പാപ്പ വത്തിക്കാൻ കാര്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഓരോ രാജ്യവുമായും സംഭാഷണം ഊട്ടിയുറപ്പിക്കാൻ തനിക്കുള്ള അധീയമായ ആഗ്രഹം ചൂണ്ടിക്കാട്ടി. മനുഷ്യനെയും ലോകത്തെയും കുറിച്ചുള്ള സത്യം സംസാരിക്കുന്നതിൽ നിന്ന് സഭയ്ക്ക് ഒരിക്കലും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. കുടിയേറ്റ നിർമ്മിത ബുദ്ധിയിലൂടെ ധാർമ്മിക ഉപയോഗം, ഭൂമിയുടെ സംരക്ഷണം തുടങ്ങിയ നമ്മുടെ കാലത്തെ വെല്ലുവിളികളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ നേരിടാൻ സത്യസന്ധമായ ജീവിതം ആവശ്യമാണെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റക്കാരോടുള്ള സമീപനത്തോട് വിയോജിപ്പ് കാണിക്കുകയും ചെയ്തു മാർപ്പാപ്പ. കുടിയേറ്റക്കാരുടെ അന്തസ്സ് മാനിക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. US-ലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ട്രംപ് സർക്കാർ നിർബന്ധിച്ച് നാട് കടത്തുന്ന സാഹചര്യത്തിലാണ് മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ. വെള്ളിയാഴ്ച വത്തിക്കാനിൽ വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 185 രാജ്യങ്ങളുമായി വത്തിക്കാന് നയതന്ത്ര ബന്ധമുണ്ട്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവരോട് സഹാനുഭൂതിയും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാനുള്ള മനസ്സ് തന്റെ തന്നെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും ഉയർത്തി തന്നതാണ് അദ്ദേഹം പറഞ്ഞു. എന്റെ കഥ തന്നെ അത്തരമൊരു പൗരന്റേതാണ്. കുടിയേറ്റക്കാരുടെ പിൻഗാമി. പിന്നീട് പ്രവാസം തിരഞ്ഞെടുക്കുവാൻ ഞാൻ നിർബന്ധിതനായി, അദ്ദേഹം പറഞ്ഞു. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധമാണ് സമൂഹത്തിന്റെ അടിത്തറയെന്ന സഭയുടെ പരമ്പരാഗത അനുശാസനം ലിയോ 14 മാർപ്പാപ്പയും ആവർത്തിച്ചു.